കേരള കോൺഗ്രസ് എം പിളർപ്പിലേക്കെന്ന അഭ്യൂഹം ശക്തം. കേരള കോൺഗ്രസ് എം UDFിലേക്ക് മടങ്ങണമെന്ന വികാരം ഒരു വിഭാഗം നേതാക്കളിലും അണികളിലും ശക്തമാണ്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും ഈ വികാരത്തിനൊപ്പമാണ് എന്നാണ് സൂചന. കഴിഞ്ഞ 2 LDF യോഗങ്ങളിലും ഇന്നലെ മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹത്തിലും ജോസ് കെ മാണി പങ്കെടുത്തിരുന്നില്ല. ഇതോടെ കേരള കോൺഗ്രസ് എം ഇടതുമുന്നണി വിട്ടേക്കുമെന്ന അഭ്യൂഹം ശക്തമാവുകയായിരുന്നു. ഇതിനിടെയാണ് കേരള കോൺഗ്രസ് എം പിളർപ്പിലേക്ക് എന്ന സൂചനകളുണ്ടെന്ന വാർത്തകളും പുറത്തു വന്നത്. മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLAയും പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് കേരള കോൺഗ്രസ് എം പിളർപ്പിലേക്ക് എന്ന അഭ്യൂഹം പ്രചരിക്കാൻ കാരണമായത്. വിവാദത്തിനിടെ കഴിഞ്ഞ ദിവസത്തെ LDF സമരത്തിന്റെ ഫോട്ടോ റോഷിയും റാന്നി MLA പ്രമോദ് നാരായണനും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. തുടരും എന്ന തലക്കെട്ടോടെയായിരുന്നു പോസ്റ്റ്. ഇതോടെ മന്ത്രി റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണൻ MLAയും ഇടതുമുന്നണിയുടെ ഭാഗമായി തുടരുമെന്നും ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം UDFിലേക്ക് മടങ്ങുമെന്നും വ്യാഖ്യാനമുണ്ടായി. എന്നാൽ ഇത്തരം വ്യാഖ്യാനങ്ങളെ തള്ളി മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ രംഗത്തെത്തുകയായിരുന്നു. അഭ്യൂഹങ്ങൾക്ക് കേരള കോൺഗ്രസിൽ ഇടമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. യഥാർത്ഥ നിലപാട് ജോസ് കെ മാണിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലുണ്ടെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നിലവിൽ അക്കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. 2 ആഴ്ച മുമ്പ് ചെയർമാൻ തന്റെ നയം വ്യക്തമാക്കിയതാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളാണെന്ന് ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ചർച്ചകൾ നടന്നതായി അറിയില്ല. എല്ലാത്തിനും മറുപടി പറയേണ്ടത് പാർട്ടി ചെയർമാനാണെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇന്നലത്തെ ഉപവാസ സമരത്തിൽ 5 MLAമാരും പങ്കെടുത്തു. ജോസ് കെ മാണി പങ്കെടുക്കാത്തതിന്റെ കാരണം അദ്ദേഹം വ്യക്തമാക്കിയതാണ്. LDF സർക്കാരിനൊപ്പം തുടരും. അതിൽ അഭ്യൂഹത്തിന്റെ ആവശ്യം എന്താണ്? മുന്നണി മാറ്റത്തിൽ സഭ ഇടപെട്ടിട്ടില്ല. സഭാ അധ്യക്ഷന്മാർ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നിലപാട് ഇതുവരെ എടുത്തിട്ടില്ല. ഒരാശങ്കയും ഇക്കാര്യത്തിലില്ല. ജോസ് കെ മാണിയുമായി സോണിയാഗാന്ധി സംസാരിച്ചുവെന്ന് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധിയും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ്. അവസാന വാക്ക് ജോസ് കെ മാണിയുടേതാണ്. ഒരഭ്യൂഹങ്ങൾക്കും കേരള കോൺഗ്രസിൽ ഇടമില്ല. ഇടതുഭരണം തുടരും. മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കിയതാണ്. വിശ്വാസ പ്രമാണങ്ങളെ അടിയറ വെക്കില്ല. ധാർമ്മികത ചോദ്യം ചെയ്യുന്ന ഒന്നിനും ഇടമില്ല, റോഷി അഗസ്റ്റിൻ പറഞ്ഞു.